ഫറോ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ. ഈ രീതിയിൽ നമ്മൾ ചോളം, കരിമ്പ്, ഉരുളൻകിഴങ്ങ് തുടങ്ങിയ കൃഷികൾക്കൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഫറോ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ ഇറിഗേഷൻ രീതികളെല്ലാം നമ്മുടെ കൃഷിയിടത്തിൻ്റെ മുഴുവൻ ഭാഗവും നനയ്ക്കുമായിരുന്നു. എന്നാൽ ഈ ഫറോ മെത്തേഡിൽ നമ്മുടെ ഈ സർഫസിൻ്റെ 1/5 മുതൽ 1/2 ഭാഗം വരെ മാത്രമേ നനയ്ക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മെത്തേഡിൽ ഇവാപ്പറേഷൻ വഴി ജലം നഷ്ടപ്പെടുന്നത് ഒരു പരിധിവരെ കുറയുന്നു. ഇവിടെ 2 വിളകൾക്കിടയിലായിട്ട് ഒരു കുഴി ആണ് ഉണ്ടാകുന്നത്. ഇതിനെ ഫറോസ് എന്ന് വിളിക്കുന്നു. ഈ ഫറോസിലൂടെ വെള്ളം പ്രധാനപ്പെട്ട കനാലുകളിൽ നിന്ന് ഇതിലോട്ട് വരികയും ഇവിടെ നിന്നാണ് നമ്മൾ ഇതിലോട്ട് നനയ്ക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഫറോ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ. ഇതുവരെ സർഫസ് ഇറിഗേഷനുകളെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. ഇനി സബ്സർഫസ് ഇറിഗേഷൻ എന്താണെന്ന് നോക്കാം. സബ്സർഫസ് ഇറിഗേഷനുകളിൽ നമ്മൾ ഒരു വിളയുടെ റൂട്ട് സോണിലായിട്ട് നേരിട്ട് നമ്മൾ ജലം അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്സർഫസ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. സബ്സർഫസ് ഇറിഗേഷനെ നമുക്ക് പ്രധാനമായിട്ടും 2 രീതിയിൽ തരംതിരിക്കാം. ഒന്ന് നാച്ചുറൽ സബ് ഇറിഗേഷൻ എന്നും രണ്ടാമത് ആർട്ടിഫിഷ്യൽ സബ് ഇറിഗേഷൻ എന്നും. നാച്ചുറൽ സബ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിലെ ഭൂഗർഭ ജലനിരപ്പിനെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് അവിടുത്തെ ചെടികളുടെ റൂട്ട് സോണിലോട്ട് ജലത്തെ എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തെയാണ് നാച്ചുറൽ സബ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ അവിടുത്തെ ഭൂഗർഭ ജലനിരപ്പിനെ ആ ഏരിയയിലുള്ള ഭൂഗർഭ ജലനിരപ്പിനെ നിയന്ത്രിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ഒരു ഏരിയക്കകത്ത് വളരെ ഉയർന്ന രീതിയിൽ ജലനിരപ്പ് ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം അവിടുത്തെ നദികളിൽ നിന്നും കനാലുകളിൽ നിന്നുമെല്ലാം വാട്ടർ ഭൂമിയിലോട്ട് സീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഉയർന്ന രീതിയിൽ വാട്ടർ ടേബിൾ നിലനിൽക്കുന്നത്. ഈ ഉയർന്ന വാട്ടർ ടേബിൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് നാച്ചുറൽ സബ് ഇറിഗേഷൻ ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് നമ്മൾ തുടർച്ചയായി കുറച്ച് കുഴികൾ നിർമ്മിക്കും. ഈ കുഴികൾ തമ്മിലുള്ള അകലം 15 മുതൽ 100 മീറ്റർ വരെയായിരിക്കും. ഇത് നമ്മൾ നിയന്ത്രിക്കുന്നത് സോയിലിൻ്റെ പെർമിയബിലിറ്റി, ആ ലാൻഡിൻ്റെ ടോപ്പോഗ്രഫി എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഈ സ്പേസിങ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിങ്ങനെ സീരീസ് ആയിട്ട് കുഴികൾ കൊടുക്കുമ്പോഴത്തേക്കും വാട്ടർ ഈ സോയിലിലെ പോർസുകളിലൂടെ സീപ്പ് ചെയ്യാൻ തുടങ്ങും. കാപ്പിലറി ആക്ഷൻ വഴിയാണ് ഈ വാട്ടർ സോയിലിലോട്ട് സീപ്പ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാപ്പിലറി ആക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത് മണ്ണിൽ ആൽക്കലൈൻ കണ്ടീഷൻ ഉണ്ടാക്കും. മണ്ണിൽ ആൽക്കലൈൻ കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്ഷൻ കുറയും. ആ സമയത്ത് നമ്മൾ ഇറിഗേഷനെ സ്പ്രിംഗ്ലിംഗ് മെത്തേഡിലോട്ട് മാറ്റി സ്പ്രിംഗ്ലിംഗ് ഇറിഗേഷൻ കൊടുത്ത് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ജലത്തിനെ ഒരു സ്പ്രേയുടെ രൂപത്തിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഈ സർഫസ് ഇറിഗേഷൻ മെത്തേഡൊന്നും വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. കൂടാതെ എക്സസീവായിട്ടുള്ള സ്ലോപ്പുകളുള്ള സ്ഥലങ്ങളിൽ, നല്ല മണ്ണൊലിപ്പ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡായിരിക്കും ഉപയോഗിക്കുന്നത്. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡിൻ്റെ ഒരു ദോഷം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ തുടക്കത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ രീതിയിൽ കൊടുക്കേണ്ടി വരും. അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പിങ്ങിൻ്റെയും അതുപോലെ സ്പ്രിംഗ്ലിംഗ് ഇക്വിപ്മെൻറ്റിൻ്റെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ആദ്യം ചിലവഴിക്കേണ്ടി വരുന്നത്. സ്പ്രിംഗ്ലർ സിസ്റ്റത്തിനെ നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിൽ തിരിക്കാം. ഒന്ന് പെർമനൻ്റ് സിസ്റ്റം, സെമി പെർമനൻ്റ് സിസ്റ്റം, മൂന്നാമത്തത് പോർട്ടബിൾ സിസ്റ്റം. പെർമനൻ്റ് സിസ്റ്റം പേര് പോലെ തന്നെയാണ്. കൃഷിക്ക് യാതൊരുവിധ തടസ്സവും ചെയ്യാതെ ഭൂമിക്കടിയിലോട്ട് പൈപ്പുകളെല്ലാം പെർമനൻ്റായിട്ട് കുഴിച്ചിടുന്നതിനെയാണ് നമ്മൾ പെർമനൻ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഭൂമിക്കടിയിലോട്ട് പെർമനൻ്റായിട്ട് പൈപ്പുകളെല്ലാം കുഴിച്ചിട്ടിരിക്കും. അതുവഴിയായിരിക്കും ഇതിൽ ഇറിഗേഷൻ നടത്തുന്നത്. ഇതിനെയാണ് നമ്മൾ പെർമനൻ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സെമി പെർമനൻ്റ് സിസ്റ്റത്തിൽ മെയിൻ പൈപ്പിനെ നമ്മൾ ഭൂമിക്കടിയിൽ പെർമനൻ്റായിട്ട് കുഴിച്ചിട്ടിരിക്കും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ലാറ്ററൽ പൈപ്പുകളെല്ലാം പോർട്ടബിൾ ആയിരിക്കും. മെയിൻ പൈപ്പ് മാത്രം ഫിക്സഡും ബാക്കി നമുക്ക് മാറ്റാൻ കഴിയും. നോസിലും ബാക്കി സ്പ്രിംഗ്ലിങ്ങിൻ്റെ എല്ലാം നമുക്ക് ആവശ്യാനുസരണം മാറ്റാൻ കഴിയുന്നവയായിരിക്കും. പോർട്ടബിൾ സിസ്റ്റത്തിൽ മെയിൻ പൈപ്പും അതുമായി ബന്ധപ്പെട്ട ലാറ്ററൽ പൈപ്പുകളും എല്ലാം തന്നെ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ളവയാണ് നമ്മൾ പോർട്ടബിൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി സ്പ്രിംഗ്ലേഴ്സ് ഏതെല്ലാം തരത്തിലുണ്ടെന്ന് നോക്കാം.
സ്പ്രിംഗ്ലേഴ്സിനെ പ്രധാനമായും 3 തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഫിക്സഡ് നോസിൽ പൈപ്പ് സിസ്റ്റം, രണ്ടാമത് പെർഫോറേറ്റഡ് പൈപ്പ് സിസ്റ്റം, മൂന്നാമത്തേത് റൊട്ടേറ്റിംഗ് സ്പ്രിംഗ്ലർ സിസ്റ്റം. ഫിക്സഡ് നോസിൽ പൈപ്പ് സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ലാറ്ററൽ പൈപ്പുകളെ നമ്മൾ കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ ഇതേ കണക്ക് പാരലായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഏകദേശം ഇവ തമ്മിൽ 15 മീറ്റർ വരെയൊക്കെ ഡിസ്റ്റൻസ് ഉണ്ടാവാം. ഈ പൈപ്പുകളിൽ അവൻ്റെ ലെങ്തിനെല്ലാമായിട്ട് നമ്മൾ ചെറിയ ഹോളുകൾ ഈക്വൽ ഇൻ്റർവെല്ലിൽ ഡ്രിൽ ചെയ്യുന്നു. ഈ ഹോളുകളിൽ നമ്മൾ നോസിലുകൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നോസിലുകളായിരിക്കും സ്പ്രേ ചെയ്യുന്നത്. ഇത് സ്പ്രേ ചെയ്യുന്നത് ഇതിൻ്റെ റൊട്ടേഷൻ ഏകദേശം 135 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യും. ഏകദേശം 15 മീറ്റർ വിഡ്ത്ത് വരെ, അതായത് അടുത്ത പൈപ്പ് വെച്ചിരിക്കുന്നത് വരെ ഇത് നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത്. ഏകദേശം 135 ഡിഗ്രി ആംഗിളിൽ വരെ ഇത് വെള്ളം സ്പ്രേ ചെയ്യും. 15 മീറ്റർ ഡിസ്റ്റൻസ് വരെ ഇത് നനയ്ക്കും. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെയും. ഇതാണ് ഫിക്സഡ് നോസിൽ പൈപ്പ് സിസ്റ്റം. അടുത്ത പെർഫോറേറ്റഡ് പൈപ്പ് സിസ്റ്റം. പെർഫോറേറ്റഡ് പൈപ്പ് സിസ്റ്റത്തിലും നമ്മൾ ലാറ്ററൽ പൈപ്പുകളെ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ പാരലായിട്ടായിരിക്കും നമ്മൾ വെക്കുന്നത്. ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം 6 മുതൽ 15 മീറ്റർ വരെ ഇവ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. ഇവിടെ നമ്മൾ മുകളിലും സൈഡിലുമായിട്ടെല്ലാം ഹോളുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈക്വൽ ഇൻ്റർവെല്ലിൽ. എന്നിട്ട് ഈ ഹോളുകൾ വഴിയായിരിക്കും സ്പ്രേയിങ് നടക്കുന്നത്. ഇതിനാണ് പെർഫോറേറ്റഡ് പൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. റൊട്ടേറ്റിംഗ് സ്പ്രിംഗ്ലർ സിസ്റ്റം. ഇവിടെയും നമ്മൾ ഒരു പൈപ്പ് ഉണ്ടായിരിക്കും. ഈ പൈപ്പിൻ്റെ ഡിഫ്ലക്റ്റിംഗ് വേനുകളുടെ സഹായത്തോടെ ആ പൈപ്പ് സർക്കുലർ മോഷൻ ചുറ്റും കറങ്ങും. അപ്പോഴത്തേക്ക് ഈ നോസിൽ വെച്ചിരിക്കുന്നതിൻ്റെ ചുറ്റുമുള്ള ഏരിയ മുഴുവൻ ഇത് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യും. ഇതിനെയാണ് റൊട്ടേറ്റിംഗ് സ്പ്രിംഗ്ലർ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ വേറൊരു പേരാണ് ട്രിക്കിൾ ഇറിഗേഷൻ. ഇവിടെ നമ്മൾ ഡ്രോപ്പുകളുടെ രൂപത്തിൽ ജലത്തുള്ളികളായിട്ടാണ് നമ്മൾ ജലത്തെ അപ്ലൈ ചെയ്യുന്നത്. ഈ ജലത്തുള്ളികളെ ചെടിയുടെ ബേസിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഡ്രിപ്പ് നോസിൽസുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി സോയിൽ വാട്ടർ എയർ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന് ഏറ്റവും അനുയോജ്യമായ റേഞ്ചിൽ തന്നെ നിലനിൽക്കും. ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഗുണമേന്മ. അതുപോലെ ജലത്തിൻ്റെ ഉപയോഗവും നമുക്ക് വളരെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു വാട്ടർ സോഴ്സ് അവിടെ നിന്ന് പമ്പ് ഉപയോഗിച്ച് വെള്ളത്തെ പമ്പ് ചെയ്ത് ഒരു ടാങ്കിലോട്ട് മാറ്റുന്നു. ഈ ടാങ്കിൽ നിന്ന് പിന്നെ അതൊരു ഫെർട്ടിലൈസർ ടാങ്കിലോട്ടാണ് പോകുന്നത്. ഈ ഫെർട്ടിലൈസർ ടാങ്കിൽ വെച്ച് ഈ വെള്ളത്തിന് ഒരു ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം ഈ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു. അതിൽ നിന്നൊരു ഫിൽട്ടർ യൂണിറ്റിലോട്ട് പോകുന്നു. ഫിൽട്ടർ യൂണിറ്റ് വഴി ഈ വെള്ളത്തെ അരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെള്ളത്തിൽ വല്ല കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൈപ്പിൽ കുടുങ്ങി പൈപ്പിൽ തടസ്സം ഉണ്ടാക്കും. അതിനുശേഷം ഒരു പ്രഷർ റെഗുലേറ്ററിലോട്ട് പോകും. ഇവിടെ വെള്ളത്തിൻ്റെ പ്രഷറും എത്ര എമൗണ്ട് വെള്ളം കൊടുക്കണമെന്നുള്ളതെല്ലാം ഇവിടെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് വെള്ളത്തെ ഒരു മെയിൻ പൈപ്പ് ലൈനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ മെയിൻ പൈപ്പ് ലൈനിൽ നിന്ന് സെക്കൻഡറി പൈപ്പ് ലൈനുകളുണ്ട്. ഇവയാണ് സെക്കൻഡറി പൈപ്പ് ലൈൻ. ഇവിടെ നിന്ന് PVC പൈപ്പുകളാണ് ചെടികളിലോട്ട് പോകുന്നത്. ഇതിൽ ഓരോ സ്ഥലത്തും നോസിലുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ നോസിൽ വഴിയാണ് വെള്ളം ചെടിയുടെ മൂട്ടിൽ എത്തുന്നത്.